അപ്പോൾ നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചത് IVF-ന്റെ ജേർണി. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ IUI കഴിഞ്ഞ് കഴിഞ്ഞാൽ IUI പോലത്തെ കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ IVF-നായിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കാം. മെയിനായിട്ട് ഇപ്പം നമ്മൾ IVF എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്, അതായത് IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി കണ്ടുപിടിച്ചത് തന്നെ ഒരു ട്യൂബൽ ഫാക്ടർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പണ്ട് കാലത്ത് ട്യൂബ്സ് ബ്ലോക്ക് ആയിട്ടുള്ള, അതായത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് 2 സൈഡിൽ അണ്ടവാഹിനി കോയിൽ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്, 2 ഓവറീസ് ഉണ്ട്. ഈ ട്യൂബ് ഒരു ചെറിയ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്യൂബ്സാണ് 2 സൈഡിൽ കൂടെ പോകുന്നത്. ഈ 2 ട്യൂബ്സിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എഗ്ഗ്, ഓവറിയിൽ നിന്നുണ്ടാവുന്ന എഗ്ഗ് അത് ഓവുലേറ്റ് ചെയ്ത് ആ എഗ്ഗ് സഞ്ചരിക്കാനുള്ള പാതയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂബ്. ഈ ട്യൂബിൽ കൂടെ കയറിയിട്ടാണ് അത് ഉള്ളിലേക്ക് വരിക. എവിടേക്കാണ് വരിക? യൂട്രസിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. യൂട്രസ് എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ എത്തുമ്പോൾ ഇവർ തമ്മിൽ, അതായത് ഇവിടുന്ന് സ്പേം അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ഈ സ്പേമിന് ഒരു വലിയ ജേർണി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. സ്പേം ഇജാക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം സെർവിക്സിൻ്റെ ഏരിയയിൽ കിടന്ന് ആ കനാലിൽ നിന്ന് അത് സെർവിക്സിൻ്റെ അരു പറ്റി കയറിപ്പോയി യൂട്രസിൻ്റെ ഉള്ളിലെത്തി. ലെഫ്റ്റാണോ റൈറ്റാണോ, കാരണം ലെഫ്റ്റിലും റൈറ്റിലും ട്യൂബിലേക്ക് ട്യൂബൽ ഓപ്പണിങ്സ് ഉണ്ട്, ഓസ്റ്റിയ എന്ന് പറയും, ഓവറിയുടെ അടുത്തേക്ക്. ഏതിൽ കൂടെയാണ് എഗ്ഗ് വരുന്നത് ഇവരെ അറിയുന്നില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യും, അതിലേക്ക് കുറച്ച് പേര് ഇങ്ങോട്ടും കുറച്ച് പേര് അങ്ങോട്ടൊക്കെ കൂടി പോയി ഒരു ജേർണിയാണ്. അപ്പോൾ സ്പേം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു സ്പേമിന് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല, ആ സിനാറിയോയിൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു കൂട്ടം സ്പേംസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ കൗണ്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പറയും നമുക്കൊരു 20 മില്യൺ 30 മില്യൺ 40 മില്യൺ മില്യൺസിലാണ് കണക്ക്. അപ്പോൾ മില്യൺ സ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു കൂട്ടമാണ്. പക്ഷേ ഈ മില്യൺ സ്പേംസ് ഒന്നും ഈ റിസൾട്ട് അച്ചീവ് ചെയ്യില്ല. ഒറ്റ സ്പേമിന് മാത്രമേ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു വലിയൊരു യുദ്ധമാണ്. ഈ സ്പേംസ് എല്ലാവരും ട്രാവൽ ചെയ്ത് അതിൽ നിന്ന് പല സ്പേംസും കൊഴിഞ്ഞു വീണ് ഡെത്തായി ചിലപ്പോൾ കടന്നു പോകാൻ പറ്റില്ല. അവിടുത്തെ അറ്റ്മോസ്ഫിയർ പറയും, അതായത് അവിടുത്തെ സെർവിക്സിൻ്റെ അവിടെയുള്ള യൂട്രസിൻ്റെ ഒരു കെമിക്കൽ നേച്ചർ, ഇതൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യാം. ഇതെല്ലാം കടന്നു പോയി അത് ട്യൂബിൽ കയറി ട്യൂബ് വഴി എഗ്ഗിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എഗ്ഗ് അവിടെ നിന്ന് ഇങ്ങനെ ഓവുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമായിരിക്കും. ആൻഡ് എഗ്ഗ് ഹാസ് ഗോട്ട് വെരി ലിമിറ്റഡ് ടൈം. ഓവുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗ് വളരെ എഗ്ഗ് ഈസ് വെരി പ്രഷ്യസ്. കാരണം നമ്മൾ സ്പേം എന്ന് പറയുമ്പോൾ കുറേ സ്പേംസിൻ്റെ കാര്യമാണ് പറയുന്നത്. എഗ്ഗ് ഒരൊറ്റ എഗ്ഗാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്.